വർഷയുടെയും ശ്രുതിയുടെയും താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് ഒരുമിച്ച് നടത്താൻ തീരുമാനിക്കുകയാണ്. എന്നാ ഇക്കാര്യം വർഷയ്ക്കത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ഒരു ഫംഗ്ഷനും നിന്റെ അച്ഛൻ വന്നിട്ടില്ല, കല്യാണത്തിന് പോലും വരാത്ത അച്ഛൻ എന്തായാലും ഈ ചടങ്ങിന് വന്നേ പറ്റൂ. ഇനി എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നിന്റെ അച്ഛൻ്റെ അടുത്ത് അന്നത്തെ ദിവസം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ചന്ദ്ര ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട് വല്ലാത്ത വിഷമത്തിലായിരിക്കും ശ്രുതി. കാരണം ഇല്ലാത്ത അച്ഛനെ എങ്ങനെയാ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാ? ശ്രുതി ചടങ്ങിന് മുൻപേ എന്തായാലും മാല വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ താലിമാല വാങ്ങിക്കാനുള്ള പൈസ അച്ഛൻ്റെ അടുത്ത് വേഗം അയച്ചു തരാൻ പറയാനായിട്ട് ചന്ദ്ര പറയാണ്. ഇത് കേട്ടാണെങ്കിൽ ശ്രുതി ഒന്നും കൂടെ ഞെട്ടുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ എല്ലാം കൊണ്ടും ഒരു പെട്ട അവസ്ഥയിലായിരിക്കും. പിന്നീടായിട്ട് അമ്മയുടെ അടുത്ത് പൈസ ചോദിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ എവിടെ നിന്ന് എടുത്ത് തരാനാ? ശ്രുതി മാസം ചെലവിനായി കൊടുക്കുന്ന പൈസ അല്ലാതെ അമ്മയുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ശ്രുതി അത്രയും ആവശ്യമുള്ള കാരണ എന്നോട് പൈസ ചോദിച്ചത്, അല്ലെങ്കിൽ എൻ്റെ മോള് എൻ്റെ അടുത്ത് ചോദിക്കില്ലായിരുന്നു. അങ്ങനെ ശ്രുതിക്ക് വിളിക്കുന്നുണ്ട്. മോളെ പൈസ റെഡി ആയിട്ടുണ്ട്, എന്തായാലും ഞാൻ അങ്ങോട്ട് വന്നിട്ട് മോൾക്ക് പൈസ തരാം, എനിക്കൊന്ന് മോളെ കാണുകയും ചെയ്യാലോ. അയ്യോ അമ്മേ, അമ്മയ്ക്ക് എവിടുന്നാ ഇത്രയും പൈസ റെഡിയായത്? അതൊക്കെയുണ്ട്, നിനക്കിപ്പോൾ അത്യാവശ്യം പൈസയല്ലേ, ഞാൻ അങ്ങോട്ട് എത്തിക്കാമെന്ന് വിമലാൻറ്റി പറയാണ്. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യണം, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണം, ഞാൻ അങ്ങോട്ട് വരാം എന്ന് ശ്രുതി പറയുന്നു. പിന്നീടാണെങ്കിൽ ശ്രുതിയെ ചന്ദ്ര വിളിക്കുന്നുണ്ട്. എന്തായി, അച്ഛൻ പൈസ അയച്ചോ? മാല വാങ്ങിക്കണ്ടേ? ആ അമ്മേ, പൈസ റെഡിയാവും, ഇന്ന് വൈകിട്ടാവുമ്പേക്ക് അമ്മ ഇങ്ങോട്ട് വന്നാൽ മതി, ഷോപ്പിലോട്ട് വന്നാൽ ഞാൻ പൈസ തരാമെന്ന് ശ്രുതി പറയാണ് ചന്ദ്രയുടെ അടുത്ത്. പൈസയുമായിട്ട് വിമലാൻറ്റി പാർലറിലോട്ട് വരികയാണ്. കാണുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ അമ്മ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണം, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. എന്ത് പണിയാ അമ്മ കാണിച്ച്? അമ്മ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ആ സച്ചിയോ രേവതിയോ കണ്ട എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് എല്ലാം പൊളിയും. അമ്മ എൻ്റെ ജീവിതം ഇല്ലാതെ ആക്കുമോ? മോളെ, എനിക്ക് നിന്നെ ഒന്ന് കാണാമായിരുന്നു, ഇങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്ക് കുറച്ചു നേരം നിന്റെ അടുത്ത് ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് നേരെ വന്നത്. അല്ല, ആദ്യം എവിടെ? ആദ്യം സ്കൂളിലാക്കിയിട്ടാ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അവൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് എനിക്ക് തിരികെ പോവും വേണം എന്ന് ആൻറ്റി പറയുന്നുണ്ട്. ഇതാ മോളെ, മോള് പറഞ്ഞ പൈസ. അമ്മയ്ക്ക് എവിടുന്നാ ഇത്രയും രൂപ കിട്ടിയേ? അമ്മ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയോ? എന്തിനായിരുന്നു അമ്മേ? വേണ്ടായിരുന്നു. എനിക്കറിയാം മോളാകെ കഷ്ടത്തിലാണെന്ന്. ഇപ്പോൾ പാർലറും മോളുടെ അല്ലല്ലോ, അതുകൊണ്ട് അത്ര പൈസയൊന്നും മോളുടെ കയ്യിൽ കാണില്ല എന്ന് എനിക്കറിയാം. പിന്നെ അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റൂ? അല്ലമ്മേ, ഇത് എവിടുന്നാ ഇത്രയും പൈസ കിട്ടിയേ? അതമ്മ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ കല്യാണി, ഇത് നിന്റെ സ്വർണം തന്നെയാ. ആ സ്വർണം വിറ്റിട്ടാ ഞാൻ ഈ പൈസയായിട്ട് വന്നത്. എൻ്റെ സ്വർണ്ണോ? എനിക്കങ്ങനെ സ്വർണ്ണമൊന്നും അമ്മയുടെ കയ്യിലില്ലല്ലോ. മോളെ, നിന്റെ ആദ്യ കല്യാണത്തിൻ്റെ താലിമാല നീ എനിക്ക് തന്നിരുന്നല്ലോ, ഇനി എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് അതവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ വിറ്റു. ആ പൈസയാ ഇതെന്ന് പറയാണ്. ശ്രുതിയാണെങ്കിൽ അത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുമായിരിക്കും. ആദ്യ കല്യാണത്തിന് അയാൾ കെട്ടിയ ആ താലിമാല തന്നെ ഇപ്പോൾ വിറ്റ് ആ പൈസ കൊണ്ട് തന്നെയാണ് ശ്രുതി കഴുത്തിൽ കെട്ടാൻ പോകുന്ന താലി വാങ്ങിക്കുന്നത്. ഇതോർത്ത് ശ്രുതിക്ക് ആകെ സങ്കടമായിരിക്കും. അങ്ങനെ ഒരു കാര്യം തന്നെ മറക്കാൻ ശ്രമിക്കുകയായിരിക്കുമല്ലോ ശ്രുതി. ഈ ഒരു സാഹചര്യത്തിൽ വേറൊരു വഴിയില്ലാതെ ശ്രുതി ആ പൈസ വാങ്ങിക്കുകയാണ്. അങ്ങനെ അമ്മയോട് പറയുന്നുണ്ട്, എന്നാലും അമ്മേ അത് വേണ്ടായിരുന്നു. എന്താ മോളെ, ഇനി അതൊന്നും വിചാരിച്ച കാര്യമില്ല, അത് വിറ്റു, ആ പൈസ നിനക്ക് ഉപകരിക്കട്ടെ, അത്രമാത്രം നീ ചിന്തിച്ചാൽ മതിയെന്ന് വിമലാൻറ്റി പറയുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് പൈസ വാങ്ങിക്കാനായിട്ട് ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്ര റിസപ്ഷനിലെ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ശ്രുതിയെ കാണണം. ശ്രുതി എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് മേഡം ഉള്ളിലാണ്, ഞാൻ വിളിക്കാമെന്ന് പറയാണ്. വേണ്ട, ഞാൻ ഉള്ളിലോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. അയ്യോ, മാഡം പറഞ്ഞിട്ടുണ്ട് ആരെയും ഉള്ളിലോട്ട് വിടണ്ട എന്ന്. ഞാൻ അവളുടെ അമ്മായിയമ്മയാ, എനിക്ക് ആരുടെയും സമ്മതമൊന്നും വേണ്ട ഉള്ളിലോട്ട് പോവാൻ. അയ്യോ മാഡം, ഞാൻ പോയി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചീത്ത കേൾക്കും, അതുകൊണ്ടാണെന്നും പറഞ്ഞ് ആ കുട്ടി ശ്രുതിയോട് പോയി പറയുന്നുണ്ട്. മാഡത്തിൻ്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ട് പുറത്തുനിന്ന്. പെട്ടെന്ന് ശ്രുതി ഞെട്ടുവാണ്. അയ്യോ, ഇനിയിപ്പോൾ അമ്മ ഇവിടെ കണ്ട വലിയ പ്രശ്നമായിരിക്കും. ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാൻ പറ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാൻ വേണ്ടി ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്. എന്നാ പുറത്ത് പോയി പറയുമ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഞാൻ ഉള്ളിലോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് ചന്ദ്ര ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോഴേക്കും ശ്രുതി വിമലാൻറ്റിയുടെ മുഖത്ത് കുറച്ച് ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് അവിടെ ഇരുത്തുകയാണ്. അമ്മേ, അമ്മ ഒന്നും മിണ്ടരുത്, ഇവിടെ തന്നെ ഇരിക്കണമെന്നും പറഞ്ഞ് അവിടെ ഇരുത്തുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ഉള്ളിലോട്ട് വരികയാണ്. ശ്രുതി, ഇത് എൻ്റെ പാർലറാ, ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിന്നെ കാണണമെങ്കിൽ എത്ര നേരം കരുതിയിട്ടാ ഞാൻ കാത്തു നിൽക്കണ്ടേ? ഞാനതാ ഉള്ളിലോട്ട് കയറി വന്നത്. അത് പിന്നെ അമ്മേ, ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ. മോളെ, നാളെയാണ് താലിമാറ്റിക്കോർക്കൽ ചടങ്ങ്, അറിയാലോ, നമുക്ക് മാല വാങ്ങിക്കണം. ആ അമ്മേ, ഞാനമ്മയെ വിളിക്കാൻ നിൽക്കായിരുന്നു, അച്ഛൻ പൈസ അയച്ചിട്ടുണ്ടായിരുന്നു,
ഇതാ പൈസയെന്നും പറഞ്ഞ് വിമലാൻറ്റി കൊണ്ടുതന്ന പൈസ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കാണ്. മോളെ, ഇത് താലിമാല വാങ്ങാനുള്ള പൈസ മാത്രമല്ലേ ഉള്ളൂ, വേറെയും വല്ല ആഭരണങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? ഓ, അത് പിന്നെ അച്ഛൻ വരുമ്പോ കൊണ്ടുവരുന്നുണ്ടായിരിക്കും മലേഷ്യന്ന്, അല്ലേ? ആ ആന്റി, ഇപ്പോ ആന്റി ഏതായാലും പോയിട്ട് താലിമാല വാങ്ങിക്കുക. സുധിയേയും കൂട്ടിക്കോ. ആ, സുധി താഴെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും പോയിട്ട് മാല വാങ്ങിക്കാം. മോള് വരുന്നുണ്ടോ? ഇല്ല ആന്റി, ആന്റി സെലക്ട് ചെയ്താൽ മതി, എനിക്കത് ഇഷ്ടപ്പെടുമെന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്നാലും മോളെ, നിന്റെ അച്ഛന് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, നീ പറയുന്ന പോലെയൊന്നും അല്ല. അതല്ലേ നീ ചോദിച്ചപ്പോഴേക്കും നിനക്ക് പൈസ തന്നത്. എന്താ ശ്രുതി, നിനക്കൊരു സങ്കടം പോലെ? ഏയ് ഒന്നുമല്ല ആന്റി, ഞാൻ എൻ്റെ അമ്മയൊന്ന് ഓർത്തു പോയതാ. അമ്മയൊന്നും ഓർക്കണ്ട, അമ്മ ഇപ്പൊ നിന്റെ കൂടെ ഇല്ലെങ്കിലും അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഞാൻ നിന്റെ കൂടെ ഇല്ലേ? ദൈവം അമ്മയെ കുറച്ച് നേരത്തെ അങ്ങ് വിളിച്ചെന്ന് കരുതിയിട്ട് മോള് സങ്കടപ്പെടണ്ട. എന്നാ ഇതൊക്കെ കേട്ട് വിമലാന്റിക്ക് അറിയുന്നുണ്ടായിരിക്കും. സ്വന്തം അമ്മ മരിച്ചെന്ന് കള്ളം പറഞ്ഞ് ആ അമ്മ തന്നെ അത് കേൾക്കുമ്പോഴുള്ള സങ്കടം സഹിക്കാനാവാതെ വിമലാന്റി കരയുമായിരിക്കും. ഇത് കാണുന്ന ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇവരെന്തിനാ കരയുന്നേന്ന്. അങ്ങനെ വിമലാന്റി പറയുന്നുണ്ട്, നിങ്ങളുടെ സംസാരം കേട്ടപ്പോ എനിക്ക് സങ്കടം വന്നതാണെന്ന് വിമലാന്റി പറയാണ്. എന്നാ വിമലന്റിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കൊരു സംശയം, എവിടെയോ കേട്ടു മറന്ന ഒരു സൗണ്ട് പോലെ. എവിടെയോ ഞാൻ ഈ സൗണ്ട് കേട്ടിട്ടുണ്ട് എന്നൊക്കെ ചന്ദ്ര പറയാണ്. എന്നാ പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ആന്റി, അവരെ എനിക്ക് അറിയാൻ വഴിയില്ല, അവര് ഇവിടെയുള്ള ആളല്ല, ഇങ്ങോട്ടേക്ക് വിരുന്ന് വന്നതാ, അപ്പോ പാർലറിലോട്ടൊന്ന് വന്നേ ഉള്ളൂ. ഇതും പറഞ്ഞ് ചന്ദ്രയെ വേഗം അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. ആന്റി വേഗം പോയിട്ട് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. അങ്ങനെ ചന്ദ്രയെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അതിനുശേഷം വിമലാന്റി മുഖത്തുള്ളതൊക്കെ കഴുകി കളയുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ, മോളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് കള്ളം പറയുന്നതെങ്കിലും ചിലതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം. എന്തായാലും മോള് നല്ല രീതിക്ക് ജീവിക്കണം, അതുമാത്രം മതി എന്നും പറഞ്ഞ് വിമലാന്റി അവിടെ നിന്ന് പോകുന്നുണ്ട്. വർഷയുടെയും ശ്രുതിയുടെയും താലികോർക്കൽ ചടങ്ങ് ഒരുമിച്ചാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും മണ്ഡപത്തിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത്, മോളെ, അച്ഛൻ എപ്പോഴേക്കാ വരിക? ചടങ്ങ് തുടങ്ങുമ്പോഴേക്കും അച്ഛൻ ഇവിടെ എത്തില്ലേ എന്ന്. ആന്റി, എത്തും. ശ്രുതിയുടെ പ്ലാൻ എന്ന് പറയുന്നത് സച്ചിയെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിപ്പിക്കുക, അപ്പൊ പിന്നെ അച്ഛൻ വരുന്ന കാര്യമൊക്കെ ആന്റി മറന്നോളും എന്നാണ് കേട്ടോ. അതിനായിട്ട് ഒരു മുഴുകുടിയനെ ഇറക്കുന്നുണ്ട് സച്ചിയെ കുടിപ്പിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. എന്നാ രേവതി സച്ചിയെ പിടിവിടാതെ പുറകെ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നത്തിലും പോയി ചാടരുത്, ശ്രീകാന്തിന്റെ ഒരു പരിപാടിയാണ്, നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്നും പറഞ്ഞ് സച്ചിയുടെ കൂടെ തന്നെ രേവതിയും ഉണ്ടാവും. അങ്ങനെ രണ്ടുപേരും ഒരുങ്ങാനായിട്ട് പോകുന്നുണ്ട്, വർഷയും ശ്രുതിയും. വർഷയ്ക്കാണെങ്കിൽ ഒരുപാട് ആഭരണങ്ങളായിരിക്കും, കഴുത്ത് നിറയെ സ്വർണ്ണിട്ടിട്ടായിരിക്കും വർഷ നിൽക്കുന്നത്. നേരെ മറിച്ച് ശ്രുതിക്ക് ഒരൊറ്റ മാല മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വർഷയുടെ സാരി ആണെങ്കിലും നല്ല ഭംഗിയുള്ള സാരി ആയിരിക്കും, ശ്രുതിയുടെ ആണെങ്കിൽ കുറച്ച് ഡള്ളായിട്ടുള്ള ഒരു സാരി ആയിരിക്കും. വർഷയെ വെച്ച് നോക്കുമ്പോൾ ശ്രുതി ഒന്നുമല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വർഷയെ പോയി കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അത്രയധികം ആഭരണങ്ങൾ ഇടാൻ പറ്റാതെ ബാക്കി ബോക്സിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷം. എന്നാൽ നേരെ മറിച്ച് ശ്രുതിയുടെ റൂമിൽ ചെല്ലുന്ന സമയത്ത് ഓർണമെന്റ്സും സാരിയൊന്നും ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരിക്കില്ല. ചന്ദ്ര ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്, നീ എന്താ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിരിക്കുന്നേ? ഈ ഒരു മാലയാണോ നീ ഇട്ടിരിക്കുന്നേ? നീ വർഷയൊന്ന് പോയി നോക്ക്, കഴുത്തിലിടാൻ സ്ഥലമില്ല, അത്രയും സ്വർണങ്ങളാ അവൾ ധരിച്ചിരിക്കുന്നത്. നീയോ അവളും വന്ന് നിൽക്കുമ്പോൾ എനിക്കത് വലിയ മോശമാണെന്ന് ചന്ദ്ര പറയാണ്. അല്ല, നിന്റെ അച്ഛൻ എന്താ വരാത്തെ? അച്ഛൻ വരുമ്പോൾ നിനക്ക് സ്വർണം കൊണ്ടുവരില്ലേ? എവിടെ എത്തി എന്നൊക്കെ ചന്ദ്ര ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്.